ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് വളരെയധികം ഉപകാരം ചെയ്യും. നോൺ വെജുകാർക്കും ഇത് ധാരാളമായി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അരിയോ ഗോതമ്പോ റവയോ അല്ല, 4 തരത്തിലുള്ള പരിപ്പ് വകകളാണ് ഞാനിത് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. മിക്സ് പരിപ്പ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇന്ന് ലഭ്യമാണ്. മസൂർ ദാൽ 2 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 2 ടേബിൾ സ്പൂൺ, ചെറുപയർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ. ഉഴുന്നുപരിപ്പ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്നുപരിപ്പാണ്. ഇത് 4ഉം കൂടി ഒരു പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് 1 സ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. 1 സ്പൂൺ ഉലുവ കൂടി ഇട്ട് ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം 2 വറ്റൽ മുളകും വെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊരു 3-4 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കാം. ഇതിന് 3-4 മണിക്കൂർ, അതിനപ്പുറം നിങ്ങളിത് കുതിർക്കാനായിട്ട് വയ്ക്കരുത്. ഒരുപാട് കുതിർന്നു പോയാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പരിപ്പ് കുതിർത്തതിന് ശേഷം രാവിലെ ഒരു 3:30 മണി സമയമാണ്. ഈ രാവിലെ ഹസ്ബൻഡിന് 7 മണിക്ക് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങണം. ആ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയാക്കണം. അപ്പം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പ്രോട്ടീൻ ദോശയാണ്. ഞാനിന്ന് തയ്യാറാക്കുന്നത് വെയിറ്റ് ലോസുകാർക്ക്, ഷുഗറുകാർക്ക്, പ്രഷറുകാർക്ക്, പിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ഹെൽത്തി ലൈഫ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഇതുപോലെ ഊറ്റിയെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 5-6 ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടി നല്ലതുപോലെ കഴുകി എടുത്തു വേണം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട്. 1/2 സ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കുരുമുളക്, 7-8 ചെറിയ കുരുമുളക്, 1 വെള്ളരിക്ക തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം വെള്ളരിക്ക, ഒരു വെള്ളരിക്ക സാലഡ് വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേവിച്ച 1 ക്യാരറ്റ് കൂടി ഇതിലിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ക്യാരറ്റ് വേവിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ക്യാരറ്റിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിക്കാതെ വേണം ആദ്യം അരച്ചെടുക്കാനായിട്ട്. കാരണം നമ്മളിട്ട കുക്കുംബറിൽ വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് വെള്ളം ആദ്യമേ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ അരഞ്ഞ് കിട്ടത്തില്ല. എന്നിട്ട് നമ്മൾ ഈ പരിപ്പ് കുതിർത്തെടുത്തില്ലേ, അതിൻ്റെ ബാലൻസ് വെള്ളം കൂടി അല്പം ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 പിടി മല്ലിയില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ മല്ലിയില 2 വെറൈറ്റിയുള്ള മല്ലിയിലയുണ്ട്. ഈ മല്ലിയില വീട്ടിലുള്ളത് കൊണ്ട് ഞാനിത് ചേർത്ത് കൊടുത്ത്, നിങ്ങൾ മറ്റേ മല്ലിയില ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതൊക്കെ മസ്റ്റാണ് ഇട്ട് കൊടുക്കാൻ. ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമേ പരിപ്പിനാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നല്ല രീതിയിലുള്ള ദഹനം നടക്കണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകവും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു പക്ഷേ മല്ലിയില കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1 പിഞ്ച് ഇട്ട് കൊടുത്താലും മതി. എനിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് കായത്തിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ ഇട്ടത്. പിന്നെ ഒരു ചുട്ക്കി, ഒരു ചെറിയ ഇതുപോലെ സോഡ ഇടണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ സോഡ ഇടാതെയും ഇത് തയ്യാറാക്കാവുന്നതാണ്. 10 മിനിറ്റ് മിക്സ് ചെയ്ത് വച്ചതിന് ശേഷം തയ്യാറാക്കണം. ഹസ്ബൻഡിന് ഇപ്പോൾ എനിക്ക് 10 മിനിറ്റ് വച്ചേക്കാനുള്ള സമയമില്ല. രാവിലെ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ഒരല്പം സോഡ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. സോഫ്റ്റായിട്ടില്ലെങ്കിൽ ഹസ്ബൻഡ് കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഈ സോഡ ഞാൻ ഇതിലേക്ക് ചേർത്തത്. നിങ്ങൾ 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ റെസ്റ്റ് ചെയ്തിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സോഡ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ തവ ചൂടായതിന് ശേഷം ഒരല്പം എണ്ണയൊഴിച്ച് വെള്ളം കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം
ബട്ടർ പേപ്പറോ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയോ വെച്ച് നിങ്ങൾക്കൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ദോശ ബാറ്റർ ഒഴിച്ച് ബാക്കിലോട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം നെയ്യോ ബട്ടറോ ഉപയോഗിക്കാം. നെയ്യും ബട്ടറാണ് ഇതിൻ്റെ ടേസ്റ്റും. ഇത് ഇടുമ്പോൾ ഗുണവും കൂടുകയുള്ളൂ, കുറയുകയില്ല. ബട്ടറോ നെയ്യോ നിങ്ങൾ രാവിലെ ഒരു സ്പൂൺ കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും കൂടത്തില്ല. കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നവർക്കാണ് കൊളസ്ട്രോൾ കൂടുക, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. രാവിലെ നമ്മുടെ ഭക്ഷണം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാതെ നമുക്ക് നല്ല സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റും ഹെൽത്തിയും ആണ്. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഷുഗർ ഉള്ളവർ, പ്രഷർ ഉള്ളവർ, എല്ലാവരും, ഇതൊന്നും ഇല്ലാത്തവരും ഇതേപോലെ തയ്യാറാക്കി വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നി, പുതിന, മല്ലിയില ചേർത്തുള്ള ചട്നി, ഇതൊരു തക്കാളി ചട്നിയാണ് ഞാനിപ്പോൾ ഹസ്ബൻഡിന് കൊടുക്കുന്നത്. തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും. ഈ തക്കാളി ചട്നി ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ, കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടാനൊന്നും മറക്കരുത്. ഇപ്പോൾ സമയം 7 മണി. ഹസ്ബൻഡ് ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭക്ഷണം കഴിച്ച് നിങ്ങളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടും ആരോഗ്യമായിട്ടും ഇരിക്കുക. വീണ്ടും ഇതുപോലുള്ള റെസിപ്പിയായിട്ട് വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.